അദാനി കമ്പനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ 49% ഓഹരികൾ ആഗോള കപ്പൽ ഭീമൻ കമ്പനി MSCക്ക് കൈമാറുന്നതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിരുന്നുവെന്ന് കേന്ദ്ര തുറമുഖ മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിനാണ് മന്ത്രിയുടെ മറുപടി. വിഷ്ണു ചേരുന്നു. വിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, ഈ വിഴിഞ്ഞം തുറമുഖ കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യം ഇന്ന് ലോക്സഭയിൽ അടൂർ പ്രകാശ് എംപിയാണ് ഉന്നയിച്ചത്. എന്തായാലും ആ ചോദ്യത്തിന് നൽകിയിരിക്കുന്ന മറുപടി എന്ന് പറയുന്നത്, വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് നോൺ മേജർ തുറമുഖത്തിൽപ്പെട്ടതാണ്. മേജർ തുറമുഖമല്ല. നോൺ മേജർ തുറമുഖങ്ങളുടെ ചുമതല, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭരണ ചുമതലയെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്, കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ല. അതായത് വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുന്നത്, വിഴിഞ്ഞം തുറമുഖം പൂർണ്ണമായും സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലാണ്, സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ് വിഴിഞ്ഞം തുറമുഖം എന്നതാണ് ഇന്ന് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മറുപടി. അതോടൊപ്പം തന്നെ 49% ഓഹരി കൈമാറ്റം ചെയ്യാൻ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് അനുമതി തേടിയിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതായത് അദാനി പോർട്ട് ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരിനോട് ഇതിനോടൊക്കെ തന്നെ അനുമതി തേടിയിട്ടുണ്ട്. അത്തരത്തിൽ അനുമതി തേടി എന്നൊരു കാര്യം സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ അതോടൊപ്പം തന്നെ അദാനി പോർട്ട് ഗ്രൂപ്പ് ഇതുവരെ കേന്ദ്ര സർക്കാരിനോട് അത്തരം അനുമതി തേടിയിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് പോലെ ഈ പോർട്ടിന്റെ വിഴിഞ്ഞം തുറമുഖം നോൺ മേജർ തുറമുഖമായതുകൊണ്ട് തന്നെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്നതാണ്. ആ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ അദാനി ഗ്രൂപ്പിന് സംസ്ഥാന സർക്കാരിനെ മാത്രം ഈ കാര്യത്തിൽ അനുമതി തേടിയാൽ മതി എന്നതാണ് പ്രധാനമായി വരുന്ന ഒരു വിഷയം. എന്തായാലും നേരത്തെ തന്നെ വലിയ വിവാദങ്ങളായിരുന്നു ഈ വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി, 49% ഓഹരിയും ഇത്തരത്തിൽ അദാനി ഗ്രൂപ്പ് വിൽക്കാൻ ശ്രമിക്കുന്നത്. ആ ഒരു വിൽപ്പനയിലേക്ക്, അതും ഭീമൻ കമ്പനിയായിട്ടുള്ള, ആഗോള ഭീമൻ കമ്പനിയായിട്ടുള്ള MSCക്ക് അത്തരത്തിൽ ഓഹരികൾ നൽകാനുള്ള തീരുമാനമായിരുന്നു നേരത്തെ തന്നെ കൈക്കൊണ്ടിരുന്നത്. ഈ കാര്യം സംസ്ഥാന സർക്കാരിനോട് അനുമതി എന്ന് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്ന മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഷമി.